ലോകത്തെ ഒന്നാകെ ഭീതിയിലാക്കിയ ആശങ്കപ്പെടുത്തിയ മഹാമാരിയായിരുന്നു കോവിഡ് തരംഗം ആഞ്ഞടിച്ചപ്പോൾ അതിനെ പേടിച്ച് മാസങ്ങളോളം നമുക്ക് മറ്റെല്ലാം മാറ്റിവെച്ച് വീട്ടിലിരിക്കേണ്ടി വന്നു. പല രീതിയിലുള്ള നിയന്ത്രണങ്ങൾ, മാസ്കും സാനിറ്റൈസറും സാമൂഹ്യ അകലവുമൊക്കെ എന്താണെന്നും പഠിച്ച് പരിശീലിച്ചവരായിരുന്നു നമ്മൾ. ലോകമൊന്നാകെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനാണ് കോവിഡ് അപഹരിച്ചത്. പലതരത്തിലുള്ള വകഭേദങ്ങൾ പിന്നീട് നാം കണ്ടു. എന്നാൽ അതെല്ലാം അതിജീവിച്ച് ലോകം കോവിഡിനൊപ്പം ജീവിക്കാൻ പരിശീലിക്കുകയായിരുന്നു. എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് വീണ്ടും കോവിഡ് ഭീതി ഉയരുകയാണ്. ദിവസേന കോവിഡ് രോഗബാധ സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം ഉയരുകയാണ്. കേരളത്തിലാണ് കോവിഡ് കേസുകൾ ഏറ്റവും കൂടുതലെന്നതും നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. വീണ്ടും പഴയതുപോലെയുള്ള മുൻകരുതലുകളിലേക്ക് നമ്മൾ നീങ്ങേണ്ടതുണ്ടോ? വെറും ജാഗ്രത മാത്രം മതിയോ? നോക്കാം. നമുക്ക് ആദ്യം ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം കാണാം. അത് കേരളത്തിൽ എപ്പോഴും കൂടുതൽ കാണുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും ആ കണക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് കൊണ്ടുമാണ്. പ്രധാനപ്പെട്ട കാര്യം, ഇത് സംബന്ധിച്ചിട്ടുള്ള വളരെ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഈ ഒരു വകഭേദം അധികം തീവ്രമാകാത്ത ഇതാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വ്യാപനശേഷി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ, രോഗങ്ങളുള്ളവർ തീർച്ചയായിട്ടും പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കണം എന്നുള്ളതാണ്. എല്ലാവരും ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കണം. ആരോഗ്യ പ്രവർത്തകർ കൃത്യമായി ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കണം. ഇതാണ് പൊതുവിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. ഇപ്പോഴത്തെ ഈ കോവിഡ് വ്യാപനത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ KGMO എസ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ PK സുനിൽ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. പക്ഷേ അതിന് മുൻപായി നിലവിലെ കോവിഡ് കേസുകളുടെ സ്ഥിതി ഒന്ന് വളരെ വേഗത്തിൽ നമുക്ക് പരിശോധിക്കാം. എത്രത്തോളം രോഗബാധ നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ എത്രത്തോളം കൂടുന്നുണ്ട് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. രാജ്യത്ത് കോവിഡ് കേസുകൾ 4000-ലേക്ക് കടക്കുകയാണ്. അത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെയാണ് വലിയ രീതിയിലുള്ള ഒരു വർധനവ് ഈ കോവിഡ് രോഗികളിൽ വന്നിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും ഇതുവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 203 ആക്റ്റീവ് കേസുകളാണ് അധികമായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാജ്യത്താകെ കോവിഡ് കേസുകളുടെ എണ്ണം നോക്കുമ്പോൾ ആക്റ്റീവ് കേസുകൾ അത് 3961 ആയിരിക്കുകയാണ്. അതായത് 4000-ലേക്ക് കടക്കുന്നത്. വരും ദിവസങ്ങളിൽ അത് വീണ്ടും ഉയരുമെന്നതിൽ സംശയമില്ല. രോഗവ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ആകെ കേസുകൾ, ഈ 3961 കേസുകളിൽ 37% കേരളത്തിലാണ് എന്നതാണ് മറ്റൊരു വസ്തുത. അതായത് രോഗികളുടെ എണ്ണം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എന്നതാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഓരോ സംസ്ഥാനങ്ങളിലെ, അതായത് ഏറ്റവും കൂടുതൽ കേസുകളുള്ള ഓരോ സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഒന്നാം സ്ഥാനത്ത് കേരളമാണ്. നിലവിലെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 1435 തൊട്ടുതാഴെ മഹാരാഷ്ട്രയാണ്. പക്ഷെ മഹാരാഷ്ട്രയിൽ 506 ആക്റ്റീവ് കേസുകളാണ് നിലവിലുള്ളത്. അതിന് താഴെ വരുന്നത് ഡൽഹിയാണ്. ഡൽഹി നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയേറിയ ഒരു സ്റ്റേറ്റ് ആണ്. അവിടെ വലിയ രീതിയിൽ തന്നെ രോഗവ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് നിലവിലെ ആക്റ്റീവ് കേസുകൾ 483 ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി നോക്കാം. ഗുജറാത്തിൽ 338 ആക്റ്റീവ് കേസുകൾ, വെസ്റ്റ് ബംഗാളിൽ 331, കർണാടകയിൽ 253, തമിഴ്നാട്ടിൽ 189. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ചെറിയ രീതിയിൽ തന്നെ രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്. പക്ഷേ ഞാനത് വലിയ രീതിയിൽ കണക്കില്ലാത്തത് കൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. ഇനി ഈ വർഷത്തെ മാത്രം കോവിഡ് മരണങ്ങൾ നോക്കൂ. കണക്കുകൾ പ്രകാരം 32 കോവിഡ് മരണങ്ങളാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. അതായത് ജനുവരി മുതൽ ഈ മെയ് 31 വരെയുള്ള കണക്കുകൾ പ്രകാരം 32 കോവിഡ് മരണങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വർഷം 8 മരണമാണ് കോവിഡ് ബാധ മൂലം ഉണ്ടായിട്ടുള്ളത്. ഇനി ഇപ്പോൾ നിലവിൽ പടർന്നു പിടിക്കുന്ന വകഭേദം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഒമിക്രോണിന്റെ വകഭേദമാണ്, ഉപവകഭേദമാണ്. JN1 LF7 എന്ന പേരിലുള്ള വകഭേദമാണ് രാജ്യത്തുടനീളം പടർന്നു പിടിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. മറ്റ് ചില വകഭേദങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വകഭേദത്തിന്റെ പ്രത്യേകത അതല്പം തീവ്രത കുറഞ്ഞതാണ്. അതായത് രൂക്ഷമായ രോഗലക്ഷണങ്ങളിലേക്കോ സ്ഥിതിയിലേക്കോ പോകില്ല. പക്ഷേ അതിന് വ്യാപനശേഷി കൂടുതലാണ് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഇനി കോവിഡ് വന്നവർക്ക്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന പല കോവിഡ് വേവുകളിലും കോവിഡ് വന്നവർക്കും വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ഇനി വാക്സിൻ എടുത്തിട്ടുണ്ട്, ഞാൻ 2 ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ട്, അതിനുശേഷം ബൂസ്റ്റർ ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. വാക്സിൻ എടുത്തവർക്കും വരാൻ സാധ്യതയുണ്ട്. ഇനി ലക്ഷണങ്ങൾ അത് സാധാരണ പനിയും മറ്റ് ലക്ഷണങ്ങളും ഒക്കെ തന്നെയാണ്. ചെറിയ രീതിയിലുള്ള തലവേദനയുണ്ടാകും, മൂക്കൊലിപ്പുണ്ടാകും, തൊണ്ടവേദനയുണ്ടാകും, ചിലപ്പോൾ ഈ സ്മെല്ല് അത് കിട്ടാത്ത ഒരു സ്ഥിതി ഉണ്ടാകാം. അങ്ങനെയുള്ള നോർമൽ കോവിഡ് ലക്ഷണങ്ങൾ തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി എന്തൊക്കെ ശ്രദ്ധ വേണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ അത്രത്തോളം വലിയ നിയന്ത്രണങ്ങളിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ എങ്കിലും
നമ്മൾ മുൻകരുതലുകൾ നമ്മൾ ഒരു സ്വയം അതിനെ ഒന്ന് കണ്ട് ഒരു ജാഗ്രതയോടുകൂടി ഇരുന്ന് മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അതിലാദ്യത്തേത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, സാമൂഹ്യ അകലം പാലിക്കുക എന്നതാണ്. വലിയ രീതിയിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടേക്ക് പോകുന്നത് ഒഴിവാക്കുക, വലിയ രീതിയിലുള്ള ഫംഗ്ഷനുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക, ഇനി എവിടെയെങ്കിലും കോവിഡ് കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സന്ദർശനം ഒഴിവാക്കുക എന്ന് തന്നെയാണ്. മറ്റൊന്നുള്ളത് സ്വയം നിയന്ത്രണങ്ങളാണ്. അത് നമ്മൾ പരിശീലിച്ചത് തന്നെയാണ്, നമ്മൾ പഠിച്ചവർ തന്നെയാണ്. ആദ്യത്തേത് മാസ്ക് ആണ്. പൊതു ഇടങ്ങളിലേക്ക് പോകുമ്പോൾ മാസ്ക് നിർബന്ധമാക്കുക. ഒന്ന് ശുചിത്വം, അത് നമുക്കറിയാം, കൈകൾ സാനിറ്റൈസറുകൾ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുക, സോപ്പുകൾ ഉപയോഗിച്ച് 20 സെക്കൻഡെങ്കിലും തുടർച്ചയായി വാഷ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മുൻപ് എങ്ങനെയാണോ, അതായത് കോവിഡ് വേവ് വലിയ രീതിയിൽ ആഞ്ഞടിച്ചപ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചോ അതൊക്കെ തന്നെ വീണ്ടും ശ്രദ്ധിക്കുക എന്നതാണ്. ഇനി വിട്ടുമാറാത്ത രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതിരിക്കുക, ഉടൻ തന്നെ ചികിത്സ തേടുക. ഒരു വിദഗ്ധനെ കണ്ട് എന്താണ് ഇത്, കോവിഡ് ആണോ അതോ സാധാരണ ഒരു വൈറൽ ഫീവർ ആണോ എന്നത് സ്ഥിരീകരിക്കുക. കോവിഡ് ആണെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള ചികിത്സ തേടുക. ശ്രദ്ധിക്കേണ്ടവർ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളവർ, പ്രായമായവർ, കുട്ടികൾ, ഗർഭിണികൾ, അസുഖബാധിതർ, ഇവരൊക്കെ തന്നെ ഒരല്പം മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് എന്നതാണ്. നേരത്തെ പറഞ്ഞ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഇനി ആശങ്ക വേണോ എന്ന് ചോദിച്ചാൽ നിലവിലിപ്പോൾ ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ വിദഗ്ധരടക്കം പറയുന്നത് ആശങ്ക വേണ്ട, പക്ഷേ ഒരല്പം ജാഗ്രത വേണം എന്ന് തന്നെയാണ്.